അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ പറയുന്ന പോലെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വിട്ടുമാറുകയില്ല. വിളക്ക് ഊതിക്കെടുത്തുക, ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നൽ, രാത്രി വീട് അടിച്ചുവാരൽ, അമിതമായി ഉറങ്ങൽ, ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായി കിടക്കൽ, ജനാപത്തുകാരനായി ഭക്ഷിക്കൽ, ഉള്ളിയുടെ തൊലി കത്തിക്കൽ, അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ, മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ, ചിലന്തിവല തട്ടാത്ത നിലയിൽ വീട്ടിൽ ഉപേക്ഷിക്കൽ, പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകൽ, പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടി ചീകൽ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ, ഇരുന്ന് തലപ്പാവ് ധരിക്കൽ, നിന്ന് പാൻറ് ധരിക്കൽ, പിശുക്ക് കാണിക്കൽ, ദുർവ്യയം ചെയ്യൽ, ചിലവഴിക്കേണ്ടതിന് അങ്ങാടിയിൽ നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യൽ, പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ, ഇരുന്ന് തലപ്പാവ് ധരിക്കൽ, നിന്നുകൊണ്ട് പാൻറ് ധരിക്കൽ, പിശുക്ക് കാണിക്കൽ, ചിലവഴിക്കേണ്ട സ്ഥലത്ത് ചിലവഴിക്കാതിരിക്കൽ, വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക, ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, വസ്ത്രത്തിൻ്റെ തല കൊണ്ട് മുഖം തുടയ്ക്കുക, മുട്ടയുടെ പുറംതോടുകളിൽ ചവിട്ടി നടക്കുക, വലത് കൈകൊണ്ട് ശുചീകരണം നടത്തുക, കളിൽ വെച്ച് ചിരിക്കൽ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ദാരിദ്ര്യം വിട്ടുമാറുകയില്ല. സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും ഈ കാര്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള മനസ്സ് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.